മറ്റുള്ളവർക്ക് ഭാരമായി തീരാതിരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമക്കുവാൻ ശ്രദ്ധിക്കാറുണ്ടോ? ദൈവഭക്തരായ ജനങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു പ്രധാന ചിന്ത ആകുന്നു മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധവും അതിൽ തന്നെ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നതും. ആയതിനാൽ നാം നമ്മുടെ ഭാരങ്ങളെ ആരോടും പങ്കിടാതെ നമ്മിൽ തന്നെ ഒതുക്കി വെച്ച് ജീവിക്കുവാൻ ശ്രമിക്കരുത്. പിന്നെയോ നമ്മെ സഹായിക്കുവാൻ കഴിവുള്ള ഒരു ക്രിസ്തുവിശ്വാസിയെ കണ്ടുപിടിച്ച് അവരുമായി നമ്മുടെ ഭാരങ്ങളെ പങ്കുവയ്ക്കണം. അങ്ങനെ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക വഴി നാം ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ന്യായപ്രമാണം എന്ന് പറയുക വഴി പൗലോസ് യഹൂദ മതാനുസാരികളായ തന്നോട് എതിർത്ത് നിന്നിരുന്ന കൂട്ടരെ പരോക്ഷമായി തൊടുകയാണ് ചെയ്യുന്നത്. ഈ യഹൂദന്മാർ ന്യായപ്രമാണത്തെ അതും അവർക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിച്ചതിനെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു ചെയ്തത്. അത് ക്രിസ്തുവിശ്വാസികൾക്കൊരു വലിയ ഭാരം തന്നെയായിരുന്നു. എന്നാൽ വിശുദ്ധ പൗലോസ് പറയുന്നത് ഈ നിയമങ്ങളും ചട്ടങ്ങളുമെല്ലാം മറ്റുള്ളവർക്ക് ഭാരമായി തീരുന്നത് പോലെ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാതെ അവർ മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമക്കുകയും അങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കുകയും വേണമെന്നത്രേ. ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം എന്നാൽ അവൻ നമ്മെ സ്നേഹിച്ചതുപോലെ നാം അന്യോന്യം സ്നേഹിക്കണമെന്നത്രേ. അതാണ് അവൻ്റെ പ്രമാണം. അവൻ നൽകിയ കൽപ്പനയാണ് നാം അനുസരിക്കേണ്ടത്. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നാം ചിന്തിച്ച് കഴിഞ്ഞിരുന്നു. ഇന്ന് 3 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഭാഗം എടുത്താട്ടെ. ഗലാത്യലേഖനം 6-ാം അധ്യായം. തുടർന്ന് 3-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നത്, താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്നൊരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു എന്ന്. ഇവിടുത്തെ ആശയം നാം തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം നാം അതിൻ്റെയൊക്കെ മുകളിൽ ആകുന്നു എന്ന് ചിന്തിക്കുന്നതിനാൽ അത്രേ. അതുപോലൊരു കാര്യത്തിന് നാം ഒരുങ്ങില്ല. അത് നമ്മുടെ അഭിമാനത്തിന് കുറവാണെന്നുള്ള ദുരഭിമാനം. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം ചിന്തിച്ചതായിരുന്നുവല്ലോ. അതായത് നാം മറ്റുള്ളവരോട് പെരുമാറുന്നത് നമുക്ക് നമ്മോട് തന്നെയുള്ള മനോഭാവത്തെ ആശ്രയിച്ചിരിക്കും. നാം പൊങ്ങച്ചക്കാരാകുന്നെങ്കിൽ, വൃഥാഭിമാനികളായിരിക്കുന്ന പക്ഷം നാം മറ്റുള്ളവരെ വെല്ലുവിളിക്കുകയും അവരോട് അസൂയപ്പെടുകയും ചെയ്യും. അങ്ങനെ നാം എന്തെങ്കിലുമൊക്കെ ആകുന്നു എന്ന് സ്വയം ചിന്തിക്കുമ്പോൾ നാം അവരുടെ ഭാരം ചുമക്കുവാൻ താല്പര്യപ്പെടില്ല. വിശ്വാസികളെന്ന് സ്വയം അഭിമാനിക്കുന്ന അനേകരും പൊങ്ങച്ചക്കാരായിരിക്കുന്നതിനാൽ ഇന്ന് തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്ന് വലിയ വീട്ടുകാരുടെയും ചെറിയ വീട്ടുകാരുടെയും അങ്ങനെ ഓരോ വിധത്തിലുള്ളവരുടെ പ്രത്യേക കൂട്ടായ്മകൾ കാണുവാൻ സാധിക്കുമില്ലേ? ഈ പറഞ്ഞതുപോലെ ചിന്തിക്കുന്നത് സ്വയം വഞ്ചിക്കുകയാണ്. വൃഥാഭിമാനം എന്നാൽ നമ്മെക്കുറിച്ച് തന്നെ തെറ്റായ അഭിപ്രായം കാത്തു സൂക്ഷിക്കുന്നതാണ്. വൃഥാഭിമാനം എന്നാൽ നമ്മെക്കുറിച്ച് തന്നെ തെറ്റായ അഭിപ്രായം കാത്തു സൂക്ഷിക്കുക. വാസ്തവം എന്തെന്നാൽ നാം എന്തെങ്കിലും എന്നല്ല, നാം ഒന്നുമല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണു തുറക്കുമ്പോൾ നാം വാസ്തവത്തിൽ തൻ്റെ സ്വരൂപത്തിൽ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിനെതിരായിട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കും. നമുക്ക് പങ്കുവെക്കാവുന്ന ഭാരങ്ങളുണ്ട്, എന്നാൽ നമുക്ക് പങ്കുവെക്കുവാൻ കഴിയാത്തതായ ഭാരങ്ങളുമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റേ വാക്യം നമുക്ക് നോക്കാം. 4-ാം വാക്യം. ഓരോരുത്തൻ താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. എന്നാൽ അവൻ തൻ്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കും. നാം ഓടി നടന്ന് നമ്മുടെ ഭാരങ്ങൾ എല്ലാവരും ചുമക്കുവാൻ ഏൽപ്പിക്കരുതെന്നാണ് ഇവിടുത്തെ അർത്ഥം എന്ന് തോന്നുന്നില്ലേ? ഇവിടെ ഭാരം എന്നുപയോഗിച്ചിരിക്കുന്ന പദത്തിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഫോഷ്യൻ എന്നത്രേ. അതിൻ്റെ അർത്ഥം ഒരു ചുമട് ചുമക്കുക എന്നത്രേ. ഒരു കപ്പലിൽ വരുന്ന ചരക്കിനെക്കുറിച്ച് പറയുമ്പോൾ ഈ പദം ഉപയോഗിച്ചിരുന്നു. ഒരു അമ്മയുടെ ഗർഭത്തിലുള്ള ശിശുവിനെക്കുറിച്ച് പറയുമ്പോൾ ഈ വാക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അമ്മയ്ക്ക് മാത്രമേ അത് ചുമക്കുവാൻ കഴിയുകയുള്ളൂ. ആർക്കെങ്കിലും പങ്കുവെക്കുവാൻ കഴിയുന്ന ഒരു ഭാരമല്ല, അങ്ങനെ ഒരു ചുമടല്ല ഇത്.
ഇവിടുത്തെ അർത്ഥം നിങ്ങൾക്കോ എനിക്കോ പങ്കുവെക്കുവാൻ കഴിയാത്ത ഭാരമുണ്ട്. ഓരോ ജീവിതവും ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നതാണ്, ഒറ്റപ്പെട്ടിരിക്കുന്നു. മറ്റൊരു ജീവിതത്തിൽ നിന്നും അത് വേർപെടുത്തിയിരിക്കുന്നു. നിങ്ങളും ഞാനും തനിയെ വഹിക്കേണ്ടതായ ചില ചുമടുകളുണ്ട്. അവയിൽ ചിലത് ഞാനിവിടെ സൂചിപ്പിക്കാം. നിങ്ങൾക്കും ചിലതൊക്കെ ചിന്തിക്കാവുന്നതാണ്. ഒന്നാമതായി ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് കഷ്ടപ്പാടുകളാകുന്നു. താങ്കൾ തനിയെ കഷ്ടപ്പെടേണ്ടതുണ്ട്. താങ്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുവാൻ ആരെയെ കൊണ്ടും സാധ്യമല്ല. താങ്കൾ തനിയെ ആകുന്നു ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത്. ഇതൊരു ശാപഗ്രസ്തമായ ലോകമാകുന്നു. താങ്കൾ തനിയെ കഷ്ടപ്പെടും. താങ്കൾ തനിയെ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. ശാരീരികമായ കഷ്ടപ്പാടുകൾ താങ്കൾക്കുണ്ടാകും. താങ്കൾ രോഗിയായെന്ന് വന്നേക്കാം. ആ സ്ഥാനം താങ്കൾക്ക് വേണ്ടി വഹിക്കുവാൻ ആരെയും ലഭിച്ചെന്ന് വരില്ല സുഹൃത്തെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ രോഗം വരുമ്പോൾ, അവരുടെ പ്രയാസം കാണുമ്പോൾ, ആ അസുഖം അവരിൽ നിന്നും മാറി നമ്മിലായിരുന്നെങ്കിൽ എന്ന് നാം ആത്മാർത്ഥമായി ആഗ്രഹിച്ചെന്ന് വന്നേക്കാം, ഇല്ലേ? എന്നാൽ താങ്കൾക്കും എനിക്കും അത് സാധ്യമാകയില്ല എന്നത് തീർച്ചയാണ്, ഇല്ലേ? നമുക്ക് പങ്കുവെക്കുവാൻ സാധിക്കാത്ത ഒന്നത്രേ ശാരീരിക രോഗം. നമുക്ക് പങ്കുവെക്കുവാൻ കഴിയാത്ത മറ്റൊന്നാണ് മാനസിക വേദന. നിരാശയിൽ കഴിയുന്ന എത്രയെത്ര ആളുകൾ, അവരുടെ നിരാശ, മാനസിക വ്യഥ അത് പങ്കുവെക്കുവാൻ ആരെയും കിട്ടുന്നില്ല. വിവാഹം കഴിഞ്ഞ് ഇതുവരെയും ഒരുമിച്ച് കഴിയാൻ സാധിച്ചിട്ടില്ലാത്ത ഭാര്യയും ഭർത്താവും, തങ്ങളുടെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ അടുത്തു നിന്നും അകലെ കഴിയേണ്ടി വരുന്ന കുട്ടികൾ, ചില വലിയ നിരാശ കാരണം അവർ ഇന്ന് കയ്പ് നിറഞ്ഞവരായി കാണപ്പെടുന്നു. ശാരീരികവും മാനസികവുമായ കഷ്ടങ്ങൾ നാം തനിയെ വഹിക്കേണ്ടി വരുന്നു. പലപ്പോഴും നാം അത് പങ്കുവെക്കുവാൻ ആഗ്രഹിച്ചാൽ തന്നെ സാധിക്കുന്നില്ല. മറ്റാരുമായും പങ്കുവെക്കുവാൻ കഴിയാത്ത വേറൊരു ചുമടുണ്ട്. അത് മരണമാകുന്നു. മറ്റൊരാളുമായി ഈ ഭാരം പങ്കിടുവാൻ നമുക്ക് കഴിയില്ല. നാം ഓരോരുത്തരും മരണനിഴലിൻ താഴ്വരയിൽ കൂടി കടന്നു പോകേണ്ട ഒരു സമയം വരും. അവിടെ നാം തനിയെ മാത്രമേ കാണൂ. തോമസ് ഹോബസ് എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ ജീവകാലം മുഴുവൻ നിരീശ്വരവാദിയായി കഴിഞ്ഞവനാണ്. വളരെ ബുദ്ധിശാലിയായിരുന്ന ഈ മനുഷ്യൻ്റെ മരണസമയത്ത് അയാൾ പറഞ്ഞത്, ഞാൻ അന്ധകാരത്തിലേക്ക് ഭയാനകമായൊരു കുതിച്ചുചാട്ടം നടത്തുകയാണ്. എന്നിട്ട് അവൻ നിലവിളിച്ചത്, അയ്യോ ദൈവമേ, ഇത് ഭയങ്കര ഏകാന്തതയാണ്. അതെ, അതങ്ങനെ തന്നെ. താങ്കൾക്ക് പങ്കുവെക്കുവാൻ കഴിയാത്ത ഒരു ഭാരമാകുന്നു മരണം. മരണം വരുമ്പോൾ താങ്കളും ഞാനും ഏകരായിട്ട് വേണം അത് അഭിമുഖീകരിക്കേണ്ടത്. അത് മറ്റാർക്കും കൊടുക്കുവാൻ നമുക്ക് സാധിക്കില്ല. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ ഭാരം അഥവാ ചുമട്, അത് ക്രിസ്തുവിൻ്റെ ന്യായാസനമാകുന്നു. അത് അവിശ്വാസികൾക്ക് വേണ്ടിയുള്ളതല്ല, പിന്നെയോ വിശ്വാസികൾക്ക്. അവിശ്വാസികൾക്കൊരു ന്യായാസനമുണ്ട്. അത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വലിയ വെള്ള സിംഹാസനത്തിലെ ന്യായവിധിയാകും. എന്നാൽ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ന്യായാസനമുണ്ട്. 2 കൊരിന്ത്യർ 5:10 നാം വായിക്കുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഒരു ദൈവപൈതലായി നാം ജഡത്തിലായിരുന്നപ്പോൾ ചെയ്തത് മുഴുവൻ നമുക്ക് പ്രതിഫലം ലഭിക്കുമോ എന്നറിയുവാൻ ന്യായം വിധിക്കും. രക്ഷ എന്നതല്ല ഈ പറഞ്ഞ സമയത്തെ ചോദ്യം. അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ ക്രൂശിങ്കൽ തീർന്നതാണ്. ഒരു വിശ്വാസിയുടെ പ്രവർത്തനത്തെയാണ് ഈ പറഞ്ഞ സ്ഥാനത്ത് ന്യായം വിധിക്കുന്നത്. റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ മനുഷ്യനും ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തിക്ക് കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസം വരും. മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്, നാം പറഞ്ഞ വാക്കുകൾക്ക് പോലും നാം കണക്ക് കൊടുക്കേണ്ടി വരും എന്നത്രേ. തുടർന്ന് പൗലോസ് ഒരു പൊതുപ്രമാണം പറയുന്നു. അത് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പ്രസക്തമായതാണ്. എന്നാൽ ഇത് പ്രത്യേകം വിശ്വാസികൾക്കായി നൽകപ്പെട്ടിട്ടുള്ളതാണ്. 7-ാം വാക്യം, വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഈ പ്രമാണം പ്രകൃതി നിയമത്തിൽ പോലും സത്യമാണ്. നിങ്ങൾ നെൽവിത്ത് വിതച്ചാൽ നെല്ല് തന്നെ കൊയ്യും. നിങ്ങൾ പയറുവിത്ത് വിതച്ചാൽ പയറ് തന്നെ കൊയ്യും, നെല്ല് കൊയ്യില്ല.
അത് മാത്രമല്ല, നെല്ല് തന്നെ പല ഇനമുണ്ടല്ലോ. നിങ്ങൾ വിതയ്ക്കുന്ന ഇനം തന്നെ കൃത്യമായി കൊയ്യും. ഒരു വിശ്വാസി എന്ന നിലയിൽ താങ്കൾ വിതയ്ക്കുന്നത് തന്നെ താങ്കൾ കൊയ്യും. പഴയ കണക്കുകളെല്ലാം പണ്ട് തന്നെ തീർത്തു എന്ന് പാടുവാൻ നമുക്കിഷ്ടമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇത് സത്യമാണ് താനും. എന്നാൽ പുതിയ കണക്കുകളുടെ കാര്യം എന്തായി? താങ്കൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള കണക്കുകളുടെ കാര്യമോ? ക്രിസ്തുവിനെ അംഗീകരിച്ചതിന് ശേഷം താങ്കളുടെ ജീവിതം എപ്രകാരത്തിലാണ്? താങ്കളുടെ ജീവിതത്തിൽ പാപമുണ്ടോ? ഏറ്റുപറഞ്ഞുപേക്ഷിച്ചിട്ടോ ഇന്നും കൊണ്ടു നടക്കുന്നതായ പാപം, താങ്കൾ അത് മനഃപൂർവ്വമായി ഏറ്റുപറഞ്ഞുവോ? നാം എല്ലാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ പ്രത്യക്ഷപ്പെടേണ്ടതാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എത്ര മനോഹരമല്ലേ? താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ചിലർ പറഞ്ഞെന്ന് വന്നേക്കാം, ഞാനൊരു വിശ്വാസിയാണ്, എനിക്ക് യാതൊരു പാപവുമില്ല എന്ന്. താങ്കൾക്ക് പാപമില്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രകാശത്തിലല്ല. നിങ്ങൾ വെളിച്ചത്തിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള പാപം നിങ്ങൾ കാണും. നിങ്ങളത് മനസ്സിലാക്കും. അതിൻ്റെ ഗൗരവം അപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ദൈവവചനത്തിലെ വെളിച്ചം നിങ്ങളിലുള്ളതിനെ വെളിപ്പെടുത്തും. ഒരു ഉദാഹരണത്തിന് ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാലും, യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവൻ അത് പാപം തന്നെ. ഈ പറഞ്ഞത് താങ്കളുടെ ജീവിതത്തിൽ എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നു ഇത് നമുക്കെല്ലാവർക്കും ചേരുന്നതാകുന്നു എന്ന്. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവൻ അത് പാപമാകുന്നു. ഒരു ദൈവ പൈതൽ എന്ന വിധത്തിലുള്ള താങ്കളുടെ ജീവിതം താങ്കൾ ചുമക്കുന്ന ഒരു ചുമടാണ്. ഏതെങ്കിലും ഒരു ദിവസം താങ്കൾ അത് ദൈവം മുൻപാകെ കൊണ്ടുവന്നേ മതിയാകും. ഇനിയും വേറൊരു വിധത്തിലുള്ള ഭാരമുണ്ട്. താങ്കൾക്ക് വഹിക്കുവാനോ പങ്കുവെക്കുവാനോ കഴിയാത്ത ഒന്നത്രേ അത്. തിരുവചനം സംസാരിക്കുന്ന ആ ഭാരം പാപത്തിൻ്റെ ഭാരമാകുന്നു. പൗലോസ് അത് റോമാലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് സംസാരിക്കുന്നു. 38-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞത്, എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമടുപോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. മറ്റാരുമായും താങ്കൾക്ക് പങ്കുവെക്കുവാൻ കഴിയാത്തൊരു ഭാരമാകുന്നു പാപത്തിൻ്റെ ഭാരം. പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് തനിയെ വഹിക്കുവാനും കഴിയാത്തൊരു ഭാരമാകുന്നു പാപം. അതാണല്ലോ ദാവീദ് പറഞ്ഞത്, എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമടുപോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. സങ്കീർത്തനങ്ങളിൽ നിന്നും ഇങ്ങനെയും ഒരു ആഗ്രഹം കാണുന്നില്ലേ? 55-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ, എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. താങ്കൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ ഡോക്ടർ പറയും, നാം അങ്ങനെയുള്ള എല്ലാ ഭാരങ്ങളും വിട്ടൊഴിയണമെന്ന്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, അതിൽ നിന്നും ഓടിപ്പോകുവാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ എന്നത്രേ. എന്നാൽ സുഹൃത്തെ, നമുക്കതിൽ നിന്നും ഓടി ഒളിക്കുവാൻ സാധ്യമല്ല. കാരണം നമുക്കൊരു കുറ്റബോധം ഉണ്ടായിരിക്കും. നല്ല ഒന്നാന്തരം ആളുകളായി സമൂഹം പരിഗണിക്കപ്പെടുന്നവരോടും ചോദിച്ചു നോക്കൂ, അപ്പോൾ അറിയാം അവരുടെ കുറ്റബോധം. ഇന്ന് പലരും കുറ്റബോധത്താൽ വേട്ടയാടപ്പെടുകയാണ്. എങ്ങോട്ട് പോകണം, ആരോട് പറയണം എന്നറിയാതെയുള്ള ഓട്ടം. പാപം നമുക്ക് വഹിക്കുവാനോ പങ്കുവയ്ക്കുവാനോ കഴിയാത്ത ഭാരമാകുന്നു. നമുക്ക് വളരെ ഭാരമേറിയതാണത്. അതിനെ ഒഴിച്ചു കളയാവുന്ന ഒരേ ഒരു സ്ഥലം മാത്രമേ നമുക്കുള്ളൂ. അത് ക്രിസ്തുവിൻ്റെ ക്രൂശാകുന്നു. പാപം കഴുകിക്കളയുവാൻ നാം എവിടെ പോയാലും
സാധിക്കില്ല. പാപം എറിഞ്ഞു കളവാൻ നാം ചെയ്യുന്നതൊക്കെ പാഴ്വേലകളാണ്. എന്നാൽ പാപം ഒഴിച്ചു കളയാവുന്ന ഒരേ ഒരു സ്ഥലം, നമ്മുടെ പാപം പേറിയവൻ, നമ്മുടെ പാപത്തെ വഹിച്ചവൻ, അവൻ്റെ മേൽ അതിടുക മാത്രമാണ്. 55-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. കർത്താവായ യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എത്ര മനോഹരമായ ആഹ്വാനമില്ലേ! ആശ്വാസത്തിൻ്റെതായ വാക്കുകൾ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഒരുപക്ഷെ ജീവിതത്തിൽ ഭാരമേറിയ ചുമട് വഹിക്കുവാൻ, പാപത്തിൻ്റെ ഭാരം താങ്ങുവാൻ സാധിക്കാതെ നട്ടം തിരിയുന്നൊരു വ്യക്തിയായിരിക്കും താങ്കളിപ്പോൾ. ലോകം മുഴുവൻ താങ്കൾക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ടാകും. എന്നാൽ ഈ സാഹചര്യത്തിൽ താങ്കളെ സഹായിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി, ഒരേ ഒരു ഇടം, അത് കർത്താവായ യേശു ക്രിസ്തുവും ആ കാൽവറിയിൽ ഉയർത്തപ്പെട്ട ക്രൂശുമാണ്. പാപത്തിൻ്റെ ഭാരം എടുത്തു മാറ്റുവാൻ കഴിയുന്നവൻ അവൻ മാത്രമാണ്. അതിൻ്റെ കാരണം അവൻ അതിൻ്റെ ശിക്ഷ വഹിച്ചു, അതിൻ്റെ പിഴ അടച്ചു തീർത്തു, കൊടുത്തു തീർത്തു. അവന് മാത്രമേ അത് എടുത്തു മാറ്റുവാൻ കഴിയൂ. പാപഭാരത്തിൽ വാടി വഴന്നിരിക്കുന്ന മനുഷ്യനെ സഹായിക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. ആ കാരണത്താലാകുന്നു അവൻ ഈ ഭൂമിയിലേക്ക് വന്നത്. അവിടെ അരുളി ചെയ്തത്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്നത്രേ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. അവൻ വീണ്ടും പറഞ്ഞു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം. താങ്കളുടെ പാപത്തിനും എൻ്റെ പാപത്തിനും ക്രിസ്തു ശിക്ഷ വഹിച്ചു, പിഴ അവൻ അടച്ചു തീർത്തു. അവങ്കലേക്ക് നോക്കി നമുക്ക് രക്ഷ പ്രാപിപ്പാൻ സാധിക്കും. താങ്കൾ താങ്കളുടെ ചുമടുമായി എന്താണ് ചെയ്യേണ്ടത്? താങ്കൾക്ക് പങ്കുവെക്കുവാൻ കഴിയുന്ന ചില ഭാരങ്ങളുണ്ട്. വേറെ ചില ഭാരങ്ങൾ താങ്കൾ തന്നെ വഹിക്കേണ്ടതുണ്ട്. എന്നാൽ പാപത്തിൻ്റെ ഭാരം വളരെ കൂടുതൽ ഭാരമുള്ളതാണ്. അതിന് ഭയങ്കര കനമാണ്. താങ്കൾക്ക് വഹിക്കുവാൻ സാധിക്കാത്ത ഭാരമാകുന്നു അത്. 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു താങ്കളുടെ പാപത്തിൻ്റെ ഭാരം ക്രൂശിന്മേൽ വഹിച്ചു. ഇന്ന് ഒന്നുകിൽ താങ്കളുടെ ഭാരം താങ്കളുടെ മേൽ തന്നെയാണ്, അതിന് കീഴിൽ താങ്കൾ ഞെരിഞ്ഞമർന്ന് മരണവെപ്രാളപ്പെടുകയാകും. അതല്ലാത്ത പക്ഷം വിശ്വാസത്താൽ താങ്കൾ ക്രിസ്തുവിനെ അംഗീകരിക്കുകയും താങ്കളുടെ ചുമട് അവൻ്റെ മേൽ ഇടുകയും ചെയ്തിട്ടുണ്ടാകും. അത് രണ്ടിടത്തും കൂടി ആയിരിക്കുവാനിടയില്ല. നിങ്ങളുടെ പാപം ഒന്നുകിൽ നിങ്ങളുടെ മേൽ, അല്ല എങ്കിൽ ക്രിസ്തുവിൻ്റെ മേൽ. ക്രിസ്തു ആരുമായും അത് പങ്കുവെക്കുന്നില്ല. അവനത് സ്വയം വഹിക്കുകയാണ് ചെയ്തത്. അവൻ്റെ മേൽ അതിട്ടു. അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ആ ഭാരം മുഴുവൻ വഹിക്കുവാൻ അവന് സാധിച്ചു. നമ്മുടെ ഭാരം മുഴുവൻ വഹിക്കുവാൻ കർത്താവിന് സാധിച്ചു. അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ ഭാരങ്ങളെ നാം വഹിക്കുക എന്നുള്ളതാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ള ഇടപെടലുകൾ? നമുക്ക് മറ്റുള്ളവരെ ആ വിധത്തിൽ വഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ ദൈവകൃപയ്ക്ക് വേണ്ടി യാചിച്ചാട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കും. നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവ സാന്നിധ്യം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ.